2021 രാമനാട്ടുകര സ്വർണ്ണ കവർച്ച ശ്രമത്തിനിടെ ഒരു അപകടമുണ്ടായി. അതിൽ 5 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത് സംഭവമുണ്ടായത്. ആ കേസിൽ 60ഓളം പേർ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതികളായ ചില ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുജിത് ദാസിനെതിരെ ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത് ദാസ് ഇവിടുന്ന് ഒരുപാട് ആ സംഭവം നടക്കുന്ന സമയത്ത് നാട്ടിലില്ലാത്ത ആളുകൾ ഉൾപ്പെടെ ആ സ്ഥലത്ത് അത് കരിപ്പൂർ അവിടെ പോവാത്ത അല്ലെങ്കിൽ നാട്ടിൽ അതായത് വിദേശത്തുള്ള ആളുകളെ പോലും പിന്നീട് ലിസ്റ്റ് ചെയ്തിട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതി ചേർക്കപ്പെട്ടുള്ള ആളുകളെ എല്ലാ വീട്ടുകാരും അവരെ ബന്ധപ്പെട്ട ആളുകളോടും ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണം ആവശ്യപ്പെട്ടിട്ട് അവർ പറയുന്നത് വെച്ചാൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിൽ ഉള്ള ആളുകളോട് എന്നെ അന്വേഷിച്ച് വന്നിട്ട്, കാരണം എനിക്കതിൽ യാതൊരു ബന്ധമില്ല ആ കേസിൽ, പക്ഷേ അവർ പണം ആവശ്യപ്പെട്ട് വന്നിട്ട് അവർ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് പണമെന്ന് ആവശ്യപ്പെട്ടത്? അത് ഒരു ഡാൻസ് ആഫങ്കാണ്. അവർ ഇപ്പോൾ SI ആണ്. സുരേഷ് എന്ന് പറഞ്ഞ ആൾ എൻ്റെ കസിൻ ബ്രദറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ പ്രതിപട്ടികയിൽ ഒഴിവാക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. പണം കൊടുക്കാൻ പറ്റിയോ? അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളെ നമുക്ക് പണം കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. അവളെ കുടുംബത്തിനോടും ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ കേസിൽ പെടാൻ കാരണം എന്താണ്? എങ്ങനെയാണ്? എൻ്റെ ഒരു സിമ്മ് അവിടെ ലൊക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഞാനിപ്പോൾ അതിൽ ഒരു പ്രതിയാണെങ്കിൽ അങ്ങനെ ഒരു ക്രൈമിന് പോവുകയാണെങ്കിൽ അത്രയും ആളുകളിൽ ഒരാളെങ്കിലും ഞാൻ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് എൻ്റെ ഇൻകമിംഗ് കോളോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുക എന്തെങ്കിലും ഉണ്ടാവില്ല. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈം നടക്കുന്ന കരിപ്പൂർ എയർപോർട്ടുകാർ ബേസ് ചെയ്താണ് ഈ ക്രൈം നടക്കുന്നത്. എന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ എൻ്റെ ആളുകളുടെ ഇടയിൽ എന്നെ അപമാനിക്കാനാണെന്നും ഈ കേസിൽ നീ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വലിച്ചിറക്കിയിട്ടുണ്ട് ഈ ഡാൻസ് ഓഫ് അംഗങ്ങൾ. അപ്പോൾ താമരശ്ശേരിയിലെ ഒരു ആളുടെ ആംബുലൻസ് ഡ്രൈവറാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത അയാളെ 60 ദിവസത്തോളം അയാൾ ജയിലിലായിട്ടുണ്ട്. പ്രതികൾ അന്വേഷിച്ച് പോകുന്ന വീട്ടിലെ ആളുകളോടൊക്കെ പിന്നീട് ഇവർ രഹസ്യമായിട്ട് പണം ആവശ്യപ്പെട്ടിട്ട് പിന്നെ എന്താ പറയുക ഈ കേസിൽ നിന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കൊടുക്കാമെന്നും പറയുന്നുണ്ട്. നിങ്ങളോടും പണം ആവശ്യപ്പെട്ടു? തീർച്ചയായും പണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ തെളിവുകളുണ്ട്, കാര്യങ്ങളുടെ എല്ലാം ഉണ്ട്. നിങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കാശ് വാങ്ങിയത്. അതൊന്നും നടന്നിട്ടില്ല. കാരണം ഇപ്പം 100ഓളം പേരുണ്ട് ഈ കേസിൽ. ഒരു 10-15ഓളം പേര് ഇപ്പം ദുബായിൽ ഓൾറെഡി ഉണ്ട്. അവരൊക്കെ പെൻഡിങ്ങിൽ വെക്കുന്ന 3 വർഷം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ സാമ്പത്തിക നേട്ടം. ഇത് ദുബായിലൊക്കെ കിടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൂടെ വരണം. ആ വരുന്ന സമയത്ത് അവരെന്തെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചത്. അല്ലാതെ ഇതിന് വേറെ റീസൺ ഉണ്ടോ? നിങ്ങൾ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു ഫോൺ വിളികൾ എത്തിയെന്ന് പറഞ്ഞില്ല, അത് കണ്ണൂരിൽ നിന്ന് തീർച്ചയായിട്ടും കോള് വന്നിട്ടാണ് ഇത് കൊടുവള്ളിൻ്റെ ഭാഗത്തേക്ക് വന്നത്. കണ്ണൂരിൽ നിന്ന് നല്ല ഇതിൽ പാർട്ടിയിലോ അല്ലെ വേറെ വ്യക്തിപരമായിട്ട് ആരോ നന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നല്ല ഇൻഫ്ലുവൻസ് എടുത്തിട്ട് കണ്ണൂരിൽ ആരായില്ല. ആയെങ്കിന് ഇത് ലാസ്റ്റ് സമയത്താണ് പ്രതിയായിരുന്നത്. ആയെങ്കിൻ്റെ കൂടെ ആയെങ്കിൽ മാത്രമല്ല ഉള്ളത്. അല്ല, ഇത്ര 100 ആളെ ഇവിടുന്ന് പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈം മെയിനായിട്ട് നടത്തിയത് ആയെങ്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ. പൊട്ടിക്കൽ ടീമിന്റെ തലവനാണ് ടീമിന്റെ തലവൻ. പൊട്ടിക്കൽ ടീമുമായിട്ടും ബന്ധമുണ്ടാവും SP-ക്ക് ഈ പറഞ്ഞ. അതുകൊണ്ടായിരിക്കല്ലോ അവരെ പ്രതി ചേർക്കാത്തത്. നിരന്തരം ഇത് ഗോൾഡ് പുറത്ത് വെച്ച് പിടിക്കുക. അപ്പോൾ ഇത് കസ്റ്റംസ് കറക്റ്റായിട്ട് കസ്റ്റംസിന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് അവരെ സ്കാനിങ്ങിൽ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. അവർക്ക് അറിയാം. അപ്പോൾ അവർ പുറത്തേക്ക് ഇൻഫോം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിരന്തരമായിട്ട്, നമ്മളന്ന് വാർത്തയിലൊക്കെ കണ്ട നിരന്തരമായിട്ട് പോലീസ് എങ്ങനെ പിടിക്കുന്നു. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, പോലീസ് എങ്ങനെ പിടിക്കുന്നു. കാരണം ഇത് തീർച്ചയായിട്ടും സുജിദാസിന് എങ്ങനെയാണ് ഇത് ഇൻഫർമേഷൻ കിട്ടുന്നത്? എയർപോർട്ടിൻ്റെ ഉള്ളിൽ മൂപ്പര ആളുകളുള്ളത് കൊണ്ടാണ്, പൊട്ടിക്കൽ സംഘമായിട്ട് മൂപ്പർക്ക് ബന്ധമുള്ളത് കൊണ്ടാണ്. മലപ്പുറം SP ആയിരുന്ന സുജിദാസിനെതിരെയുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് PV അൻവർ നടത്തിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി അവർക്കുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് രാമനാട്ടുകര കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത്. ജസ്റ്റിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.